നമസ്കാരം. നമ്മോടൊപ്പം ഇന്ന് ചേരുന്നത് വാഗ്മിയും പ്രഭാഷകനും ചരിത്രകാരനും ഗ്രന്ഥകാരനും ഇതിലെല്ലാം അപ്പുറം മലപ്പുറത്തിൻ്റെ MP-യുമായ ബഹുമാനപ്പെട്ട അബ്ദുസ്സമദ് സമദാനിയാണ്. നമസ്കാരം. നമസ്കാരം. രാജ്യം തെരഞ്ഞെടുപ്പിന് ഒരുങ്ങിക്കഴിഞ്ഞു. അങ്ങ് 3 വർഷം മുൻപാണ് മലപ്പുറത്തെ പ്രതിനിധീകരിച്ച് പാർലമെൻറ്റിലെത്തിയത്. ഈ ഒരു 3 വർഷം കൊണ്ട് രാജ്യത്ത് അങ്ങ് ചെന്ന പാർലമെൻറ്റും ഇനി അവസാനം ഇറങ്ങുന്ന പാർലമെൻറ്റും തമ്മിൽ എന്തെല്ലാം വ്യത്യാസങ്ങളുണ്ട്? എനിക്ക് ഈ വ്യത്യാസത്തെക്കുറിച്ച് പറയുമ്പോൾ ചിന്തിക്കുമ്പോൾ ഞാൻ ഈ തവണ ഉപതെരഞ്ഞെടുപ്പിൽ തിരഞ്ഞെടുക്കപ്പെട്ട അവിടെ എത്തിയ ശേഷമുള്ള കാലത്തേക്കാൾ എൻ്റെ മനസ്സിലുള്ളത് ഞാൻ രാജ്യസഭയിൽ പോയിരുന്നു. 1994 2006 2 ടേം കഴിഞ്ഞിട്ട് അവിടുന്ന് പിരിയുണ്ടായി. അന്നത്തെ പാർലമെൻറ്റുമായിട്ട് താരതമ്യം ചെയ്യാനാണ് എനിക്ക് താല്പര്യം. അത് തമ്മിൽ വലിയ മാറ്റമുണ്ട്. പാർലമെൻറ്റിൻ്റെ ഒരു ഗൗരവം, ഗാംഭീര്യം, പ്രാധാന്യം, ഗരിമ ഒന്നും അന്നത്തെ പോലെ ഒന്നുണ്ടെന്ന് പറയാൻ കഴിയില്ല. പാർലമെൻ്ററി നടപടികൾക്ക് കൽപ്പിക്കുന്ന വില, സർക്കാർ പാർലമെൻറ്റിന് കൊടുക്കുന്ന പ്രാധാന്യം, അങ്ങനെയൊക്കെയുള്ളൊരു വലിയ പാരമ്പര്യമാണ് പാർലമെൻ്ററി ജനാധിപത്യം. വിശേഷിച്ചും ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ നമ്മുടെ ഇന്ത്യ അങ്ങനെയാണ് പോയത്. ഇപ്പം അങ്ങനെയല്ലല്ലോ. ഇപ്പോൾ അപൂർവമായിട്ടാണ് പ്രധാനമന്ത്രിയൊക്കെ പാർലമെൻറ്റിൽ വരാറുള്ളത്. നിയമനിർമ്മാണങ്ങളൊക്കെ അപ്പം ചുട്ടെടുക്കുന്ന പോലെ പെട്ടെന്ന് ചുട്ടെടുക്കുന്നു. മുൻകൂട്ടി ഒരു അറിയിപ്പ് MP-മാർക്ക് പോലും കിട്ടുന്നില്ല. നിർണായകമായ ബില്ലൊക്കെ അവതരിപ്പിക്കാൻ പോകുന്നത് 1 മണിക്കൂർ മുമ്പോ 2 മണിക്കൂർ മുമ്പൊക്കെയാണ്. അങ്ങനെയൊന്നുമല്ല കീഴ്വഴക്കം. അങ്ങോട്ടൊന്നും പോയി അവസാനം ഇപ്പോൾ കഴിഞ്ഞ സെഷനിൽ കണ്ടത് പാർലമെൻറ്റ് അംഗങ്ങളെ കൂട്ടത്തോടെ പുറത്ത് സസ്പെൻഡ് ചെയ്യുന്നു. അപ്പം അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ജനാധിപത്യത്തിൻ്റെ, പാർലമെൻ്ററി ജനാധിപത്യത്തിൻ്റെ, പാർലമെൻറ്റ് എന്ന മഹത്തായ സ്ഥാപനത്തിൻ്റെ ഒരു അന്നത്തെയൊക്കെ പ്രാധാന്യം നമ്മുടെ ദേശീയ നേതാക്കന്മാർ ദേശീയ പാരമ്പര്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന അവർ കൽപ്പിച്ചിരുന്ന പ്രാധാന്യം ഇന്നുണ്ടെന്ന് പറയാൻ കഴിയില്ല. എന്ന് മാത്രമല്ല, പാർലമെൻറ്റ് അതുപോലുള്ള സ്ഥാപനങ്ങളുടെയൊക്കെ നിലവാരം തകർക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ്. ഇത് വളരെ ഖേദകരമാണ്, പ്രതിഷേധാർഹമാണ്. ഈ പാർലമെൻറ്റിന് പുറമെ നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ദേശീയ തലത്തിലും നമ്മളെല്ലാം ചർച്ച ചെയ്യുന്നൊരു കാര്യം, ഇന്ത്യ ജനാധിപത്യ രാജ്യമായിട്ടാണ് നമ്മൾ വിലമതിക്കുന്ന ഒരു രാജ്യം. ജനാധിപത്യത്തിനാണ് ഏറ്റവും കൂടുതൽ വാല്യൂ. പക്ഷേ അതിന്ന് ഫോക്കസ് മാറിക്കൊണ്ട് ഏകാധിപത്യ മതത്തിൻ്റെ രീതിയിലേക്കുള്ള കാര്യങ്ങൾ കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് അങ്ങനെയൊക്കെ വന്നു കരുതാൻ പറ്റുമോ? തീർച്ചയായിട്ടും അങ്ങോട്ടല്ലേ കൊണ്ടുപോകുന്നത്. കാരണം നമ്മുടെ രാജ്യം എന്ന് പറയുമ്പോൾ ജനാധിപത്യവും മതേതരത്വവുമാണ്. നമ്മുടെ രാജ്യം മാത്രമല്ല, ജനാധിപത്യ രാജ്യങ്ങളിലൊക്കെ ഈ 2 പ്രധാനപ്പെട്ട അടിസ്ഥാനങ്ങളുണ്ട്. ആ അടിസ്ഥാനങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നെ എന്താ ഉള്ളത്? പ്രത്യേകിച്ച് ഇന്ത്യ അതിൻ്റെ ബഹുത്വമാണ്, വിവിഡിറ്റിയാണ്, പ്ലൂരാലിറ്റിയാണ്. നമ്മൾ ഇന്നത്തെ ആധുനികമായിട്ടുള്ള ഭാഷയിൽ പറയുന്ന ഇൻക്ലൂഷൻ, എല്ലാവരെയും ചേർത്ത് പിടിച്ച് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു മനോഭാവം മാത്രമാണല്ലോ ഇന്ത്യ പുലർത്തിയിട്ടുള്ളത്. അതല്ലേ നമ്മുടെ വിജയം. ഇന്നിപ്പോൾ ഇൻക്ലൂഷന് പകരം എക്സ്ക്ലൂഷനാണ്, പുറത്ത് നിർത്തുക, അന്യവൽക്കരണമാണ്, അന്യരായിട്ട് കാണുക, പലതിൻ്റെ പേരിലും അന്യരെ ഉണ്ടാക്കുകയാണ്, അപരത്വ നിർമ്മിതിയാണ്. അത് വല്ലാത്തൊരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. നമ്മുടെ ജനാധിപത്യത്തെ ബാധിക്കുന്നു, മതേതരത്വത്തെ ബാധിക്കുന്നു. ന്യൂനപക്ഷങ്ങൾക്ക് മാത്രമല്ല, പല മേഖലകളുള്ളവർക്കൊക്കെ അവരുടേതായിട്ടുള്ള ഒരു ഇടം നഷ്ടപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു 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 ബുൾഡോസർ മനസ്ഥിതി, ബഹുസ്വരതയുടെ എല്ലാം ഉൾക്കൊള്ളുന്ന ഒന്നിന് പകരം ഒന്നിൻ്റേതായ ഒന്ന് അടിച്ചേൽപ്പിക്കുന്ന മനസ്ഥിതി ജനാധിപത്യത്തിന് നിരക്കുന്നതല്ല, മതേതരത്വത്തിന് ചേർന്നതല്ല. സർവോപരി നമ്മുടെ ഭരണഘടനയുടെ അടിസ്ഥാനങ്ങൾക്കും അത് വിരുദ്ധമാണ്. അടുത്തിടെയുണ്ടായ സംഭവവികാസങ്ങൾ നമുക്കറിയാം. രാമക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠ വലിയ തോതിൽ എല്ലായിടും ആഘോഷിക്കുന്ന ഒരു കാഴ്ചയാണ്. കേരളത്തിൽ മാത്രമാണ് അതിൽ അല്പം കൂടി വ്യത്യാസമുള്ള പ്രതികരണങ്ങൾ വന്നു കണ്ടത്. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു വലിയ പ്രക്രിയയുടെ ഭാഗമായിരുന്നു BJP. ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് കേന്ദ്ര ഗവൺമെൻറ് ഭരിക്കുന്ന പാർട്ടി സ്വീകരിച്ചിട്ടുള്ള ഒരു നയം അത് വളരെ പ്രകടമാണ്. രാഷ്ട്രീയത്തിൽ ജനങ്ങളുടെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടുക, അത് പരിഹരിക്കുന്നതിന് പകരം അത് മറച്ചു പിടിക്കുക, എന്നിട്ട് എന്തെങ്കിലും വൈകാരികമായിട്ടുള്ള കാര്യങ്ങൾ ഇട്ടുകൊടുക്കുക. ജനങ്ങൾക്ക് താൽക്കാലികമായിട്ട് അവർക്ക് രമിക്കാൻ, അവരെ രസിപ്പിക്കാൻ, അവരെ വികാരഭരിതരാക്കാൻ അതിപ്പോൾ കഴിഞ്ഞെന്ന് വരുമല്ലോ. പ്രത്യേകിച്ച്
മതം പോലുള്ള കാര്യങ്ങൾ ഏത് കാലത്തും അത് ഏത് മതമാണെങ്കിലും ഈ ലോകത്ത് എവിടെയാണെങ്കിലും അതിനെ വൈകാരികമായിട്ട് ഉപയോഗിക്കാൻ തീരുമാനിച്ചാൽ ഉപയോഗിക്കാൻ കഴിയുന്നേ ഉള്ളൂ. പക്ഷെ അതല്ല രാഷ്ട്രീയം. ഞാൻ പറയുന്നത് മതേതര രാഷ്ട്രീയം അതല്ല എന്നല്ല, രാഷ്ട്രീയം എന്നത് തന്നെ അതല്ല. രാഷ്ട്രീയം എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ടുള്ള മതേതരത്വപരമായിട്ടുള്ള പൊതുവീക്ഷണമാണ്. ദാരിദ്ര്യം, വിശപ്പ് ഇതൊക്കെ ഇന്ത്യയിലുണ്ട്. തൊഴിലില്ലായ്മ രൂക്ഷമാണ്. ഞാൻ തന്നെ ഒരിക്കൽ ലോക്സഭയിൽ തൊഴിലില്ലായ്മയുടെ കണക്ക് വെച്ച് സംസാരിച്ചിരുന്നു. അതിനൊക്കെയുള്ള എന്ത് പരിഹാരമുള്ളത്? ഇന്ത്യ കണ്ട ഏറ്റവും വലിയ സമരം സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം കർഷക സമരമാണ്. അപ്പം അതൊന്നും പരിഹരിക്കാൻ കഴിയാതെ വൈകാരികമായിട്ടുള്ള കാര്യങ്ങൾ ജനങ്ങൾക്ക് ഇട്ടുകൊടുത്ത് അല്ല മതത്തെ ദുരുപയോഗം ചെയ്യുന്നതായിട്ട് അങ്ങ് കരുതുന്നു. തീർച്ചയായിട്ടും അതാണല്ലോ നടക്കുന്നത്. അതിൽ എന്താ സംശയം? അങ്ങനെ അതല്ലല്ലോ. അത് മതേതരത്വത്തിന് നിരക്കുന്നതല്ല എന്ന് മാത്രമല്ല, മതത്തിനും ചേർന്നതല്ലല്ലോ. മതം അതിനുള്ളതല്ലല്ലോ. മതം മനുഷ്യൻ്റെ ആന്തരികമായ സംസ്കാരം, മനുഷ്യൻ്റെ വളർച്ച, മനസ്സിൻ്റെ വളർച്ച, മനുഷ്യത്വപരമായിട്ടുള്ള വികാസം, അത് മതം ധർമ്മമല്ലേ. ധർമ്മം എന്ന് പറയുന്നത് എല്ലാവരെയും ഉൾക്കൊള്ളുന്നതും നല്ലതായ കർമ്മങ്ങളാണ്. ഇതിന് പകരം രാഷ്ട്രീയത്തിൻ്റെ കാഠിന്യത്തിലേക്ക് കൊണ്ടുപോയി മതത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാരുണ്യം ഇല്ലാതെ അതവിടെ നിൽക്കട്ടെ. അതിനേക്കാൾ ഇപ്പം ഇവിടെ പ്രസക്തമായിട്ടുള്ള കാര്യം ഞാൻ മനസ്സിലാക്കുന്നത്, നമ്മുടെ രാജ്യത്ത് അടിസ്ഥാനപരമായ ജനകീയ പ്രശ്നങ്ങൾ അവഗണിക്കപ്പെടുന്നു. ഈ ബജറ്റിലും അത് കണ്ടു. സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം ഇന്ത്യ കണ്ട ഏറ്റവും വലിയ സമരം കർഷക സമരമാണ്. ഏറ്റവും ദീർഘകാലം നീണ്ടുന്നത്. ഈ കൃഷിക്കാർ സമരം ചെയ്യേണ്ട ഒരു കാരണം അതിനുള്ളൊരു സാഹചര്യം എങ്ങനെ ഉണ്ടായി ഗാന്ധിജിയുടെ നാട്ടിൽ? പക്ഷേ ഈ രാജ്യത്ത് ഈ വിഷയങ്ങളൊന്നും എവിടെയും ചർച്ച ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു വശം. ഇപ്പോൾ തന്നെ നമ്മൾ കാണുന്നത് അയോധ്യ കഴിഞ്ഞപ്പോൾ അടുത്തത് ഗ്യാൻവ്യാപി വരുന്നു. 47 ശേഷം നിലവിലുള്ള ആരാധനാലയങ്ങൾ അതേപടി നിലനിർത്തണം എന്നാണ് നിയമവും ചട്ടവും ഉള്ളത്. പക്ഷേ ഈ മാറുന്ന സാഹചര്യങ്ങളെ ആശങ്കയോടെ അല്ലാതെ എങ്ങനെ കാണാൻ കഴിയും? തീർച്ചയായിട്ടും ഭരണഘടനാപരമായിട്ടുള്ള സംഗതികളാണ്, അതിനെയാണ് ലംഘിക്കുന്നത്. ഇപ്പോൾ താങ്കൾ പറഞ്ഞ പോലെ 991 പാസ്സാക്കിയ നിയമം എല്ലാവരും സ്വാതന്ത്ര്യം ലഭിക്കുന്ന അന്നുള്ള അവസ്ഥ തുടരാൻ അതൊരു പരിഹാരമായിട്ട് വന്നതാണ്. അതൊരു വലിയ സമവായമായിട്ട് വന്നതാണ്. പാർലമെൻറ്റ് പാസ്സാക്കിയതാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. പാർലമെൻറ്റിനെ പോലും നോക്കി കുത്തിയാക്കിക്കൊണ്ട് പാർലമെൻറ്റ് പാസ്സാക്കുന്ന നിയമങ്ങളെ തന്നെ നിഷേധിച്ചുകൊണ്ടുള്ള നടപടിയാണ് കാണാൻ സാധിക്കുന്നത്. അത് നിയമവാഴ്ചയുടെ പോലും പ്രശ്നമാണ്. ഈ BJP സർക്കാർ അവരുടെ ഒരു അജണ്ട വെച്ചാണ് ഇത് ചെയ്യുന്നത്, അതോ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള പ്രവർത്തനങ്ങളാണ്? അല്ല, ഇത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയമാണ്. ഇത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയമാണ്. എല്ലാം തെരഞ്ഞെടുപ്പാണ്. ഇപ്പോൾ ഈ ഇടക്കാല ബജറ്റ്, ഓൺ അക്കൗണ്ട് തെരഞ്ഞെടുപ്പാണ്. അതിൽ പ്രത്യേകിച്ച് വേറൊന്നുമില്ല. ഇലക്ഷൻ കണ്ടുകൊണ്ട് അത് വളരെ പ്രകടമായിട്ട് പറയുന്നുണ്ട്. അതിൽ ബഹുമാനപ്പെട്ട ധനമന്ത്രി പ്രസംഗത്തിൻ്റെ ഇടയിൽ ഞങ്ങളെ ഏറ്റെടുക്കുമ്പോഴുള്ള അവസ്ഥ എന്തായിരുന്നു, പിന്നെ അതിന് ശേഷമുള്ള അവസ്ഥ എന്തായി, ഇതിനെക്കുറിച്ച് ഞങ്ങളൊരു വ്യക്തമായ രേഖ കൊണ്ടുവരും, ഇനി അടുത്ത തവണ നമ്മൾ തന്നെ അവതരിപ്പിക്കും. അങ്ങനെ രൂപയൊക്കെയില്ല നമുക്ക്. പൊളിറ്റിക്സ് എല്ലാവർക്കും ഉണ്ടാവും. പക്ഷെ ബജറ്റിനെ പോലും ഒരു രാഷ്ട്രീയ പ്രസ്താവനയായിട്ടല്ല, അത് രാജ്യത്തിൻ്റെ ഒരു സാമ്പത്തികമായിട്ടുള്ള ഒരു വീക്ഷണം, അതും ഒരു കണക്കെടുപ്പ്, ഭാവിയിലേക്കുള്ള ഒരു ദിശാബോധം നൽകുന്ന ഒരു സൂചിക, അങ്ങനെയൊക്കെയാണ് ബജറ്റിനെ എല്ലാവരും കണ്ടിട്ടുള്ളത്. BJPക്ക് ഈ ഒരു ബാഹ്യമായുള്ള വികസന പ്രവർത്തനങ്ങളെ പറ്റി പറയുന്നു, ആന്തരികമായിട്ട് മതത്തെ പ്രീണിപ്പെടുത്തുന്ന പ്രവർത്തനങ്ങൾ നടത്തുന്നു. ഈ ഒരു പ്രവർത്തനങ്ങളിൽ BJPക്ക് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ കഴിയുമെന്ന് വിചാരിക്കുന്നുണ്ടോ? നേട്ടമുണ്ടാക്കാൻ കഴിയുന്ന തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ജനങ്ങളുടെ ഒരു ജനാധിപത്യപരമായിട്ടുള്ള അവർക്കിടയിൽ നിന്നുണ്ടായി വരുന്ന പരിവർത്തനമാണ്. ആ പരിവർത്തനമാണ് തെരഞ്ഞെടുപ്പിലൂടെ എപ്പോഴും പ്രതിഫലിപ്പിക്കപ്പെടുക. രാജ്യത്താകമാനം വലിയ മടുപ്പുണ്ട് ഇന്ന് നടക്കുന്ന ഈ സംഭവ വികാസങ്ങളോട്. ആ മടുപ്പ് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിപ്പിക്കപ്പെടും. അതായത് ആളുകൾ, ഇന്ത്യയുടെ ഹൃദയം എന്നും മതേതരമാണ്. ജനങ്ങൾ മതേതരത്വത്തിൽ വിശ്വസിക്കുന്നവരാണ്. താൽക്കാലികമായിട്ട് വോട്ടിൻ്റെ കണക്കെടുപ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എവിടെയെങ്കിലും എന്തെങ്കിലും സംഭവിക്കുന്നു എന്നല്ലാതെ രാജ്യത്തെ ജനങ്ങൾ ഒരിക്കലും, നമ്മുടെ ഇന്ത്യൻ ജനത, വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് ഭരണഘടനയുടെ തുടക്കത്തിൽ പറയുന്ന ആ വാക്ക്, നാം ഇന്ത്യൻ ജനത, അവർ എല്ലാം ഉൾക്കൊള്ളുന്നവരും എല്ലാവരെയും മാനിക്കുന്നവരും, അതാണ് ഇന്ത്യ. അതാണ് ഇന്ത്യയുടെ ശക്തിവിശേഷം. അതിനെ വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളെ രാജ്യം രാഷ്ട്രീയമായിട്ട് ചെറുക്കും.
പക്ഷേ അതിനെ എതിരിടാനുള്ള ഇന്ത്യ സഖ്യമൊക്കെ ഇപ്പോഴും ഐക്യമില്ലാതെ ഭിന്നിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. BJPയെ നേരിടാൻ പ്രതിപക്ഷങ്ങൾക്ക് ഒന്നിക്കാൻ കഴിയാത്തൊരു സാഹചര്യം. ഈ കാര്യത്തിൽ എല്ലാവരും ഒന്നാണല്ലോ. BJP തീർച്ചയായിട്ടും രാജ്യത്തുനിന്ന് നടക്കുന്ന ഈ ഒരു രാഷ്ട്രീയമായിട്ടുള്ള വ്യതിചലനം, രാജ്യത്തിൻ്റെ ഭരണരംഗത്തുണ്ടായിട്ടുള്ള ഈ അടുത്ത കാലത്തെ വല്ലാത്ത രീതിയിലുള്ള ഒരു വഴിമാറിപ്പോക്ക്, അതിലെ തിരുത്തണമെന്നും ഇന്ത്യ അതിൻ്റെ മതേതരത്വത്തിൻ്റെ സംവിധാനത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണമെന്നും നമ്മളെല്ലാവരും ഇന്ത്യൻ ജനത മൊത്തത്തിൽ ആഗ്രഹിക്കുന്നതാണ്. പിന്നെ ഇന്ത്യ സഖ്യത്തിന് അങ്ങനൊന്നും സംഭവിച്ചിട്ടില്ല. ഇന്ത്യ സഖ്യം ശക്തിപ്പെട്ടു വരിക തന്നെയാണ്. അത് തുടങ്ങിയ പോലെയല്ല എന്നുള്ളത്. പല സ്റ്റേറ്റുകളിലും ഒരു സമവായമായി കഴിഞ്ഞു. പിന്നെപ്പോൾ പതിവായിട്ട് എന്നും രാഷ്ട്രീയത്തിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിയ നേതാക്കന്മാരെ വെച്ചിട്ട് സഖ്യത്തെ വിലയിരുത്താൻ കഴിയില്ല. അവരെല്ലാ കാലവും അങ്ങനെ തന്നെ ആയിരുന്നില്ല. അത് ജനങ്ങൾക്ക് അറിയാവുന്ന കാര്യം. പക്ഷേ ആ സഖ്യം ഇങ്ങനെ ഭിന്നിച്ചു പോകുന്നതാണ് BJP പ്രചരണം നടത്തുന്നത്. BJPയുടെ പ്രതിച്ഛായ മോദിയാണെന്നാണ് അവർ അവകാശപ്പെടുന്നത്. ഇന്ത്യ സഖ്യം വളരെ ഭയപ്പെടുത്തിയിട്ടുണ്ടല്ലോ ഇന്ന് കേന്ദ്ര ഭരിക്കുന്ന പാർട്ടിയെ. അതുകൊണ്ടാണല്ലോ അത് വന്നപ്പോഴേക്ക് എന്തൊക്കെ നടപടികൾ സ്വീകരിച്ചു നമുക്കറിയണതല്ലേ. അപ്പോൾ ഇന്ത്യ സഖ്യം ഒരു വലിയ യാഥാർത്ഥ്യമാണ്. യാഥാർത്ഥ്യം മാത്രമല്ല, അതിൻ്റെ പിന്നിൽ ജനമുണ്ട്. അതിൻ്റെ പിന്നിലുള്ള ജനമല്ലേ ശ്രീ രാഹുൽ ഗാന്ധി നടത്തുന്ന അദ്ദേഹത്തിൻ്റെ ഭാരത് ജോഡോ യാത്രയിലൊക്കെ നമുക്ക് കാണാൻ സാധിച്ച അതാണല്ലോ. ഈ രാഹുലിലേക്ക് വരണം. അങ്ങയുടെ ഒരു അടുത്ത സുഹൃത്തുകൂടിയാണ് രാഹുൽ. കഴിഞ്ഞ മാസം കോഴിക്കോട് വെച്ചൊരു ചടങ്ങിലെ അത് വിവർത്തനത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് വളരെ ശ്രദ്ധേയമായിരുന്നു. എങ്ങനെയാണ് രാഹുലുമായുള്ള സൗഹൃദത്തെ കാണുന്നത്? രാഹുൽ ഇന്ത്യയുടെ വലിയ ഒരു പ്രത്യാശ, അദ്ദേഹത്തിൻ്റെ പിതാമഹൻ നെഹ്റുവിനെ പോലെയുള്ള ഒരു അപാത ചൂഢം മതേതരവാദി, പിന്നെ വ്യക്തിത്വത്തിൻ്റേതായിട്ടുള്ള ഒരു എളിമയും തെളിമയും വളരെ അദ്ദേഹത്തിൻ്റെ അകം എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ചിന്തയുടെ ആഴം, വീക്ഷണത്തിൻ്റെ വിശാലത, രാഷ്ട്രീയത്തിൽ അത്ര ഹൃദയപരത പലരിലും കാണാൻ കഴിയാറില്ല. അതുകൊണ്ടുള്ളതായ ബുദ്ധിമുട്ടും അത്തരം നേതാക്കന്മാർക്കുണ്ടാവും. കാരണം വളരെ ഒരു കരുണയും സ്നേഹവും പിന്നെ അഗാധമായ ചിന്ത, പരന്ന വായന, അതൊക്കെയുള്ള മനുഷ്യർക്ക് പ്രാപ്യനായിട്ടുള്ള, ജനങ്ങൾക്ക് സമീപിക്കാവുന്ന, ജനങ്ങളുടെ ഇന്ത്യൻ ജനതയുടെ പ്രശ്നങ്ങളെപ്പറ്റി, പ്രതിസന്ധികളെക്കുറിച്ച് നന്നായിട്ട് അറിയുന്ന, സാധാരണക്കാരുടെ വിഷമങ്ങൾ, അത് സ്പന്ദനങ്ങൾ ഒക്കെ ഏറ്റെടുക്കാൻ കഴിയുന്ന, അദ്ദേഹം ചെല്ലുന്നിടത്തൊക്കെ ആളുകൾ കൂട്ടമായിട്ട് വരുന്നു എന്നുള്ളത് മാത്രമല്ല. രാഹുൽ ഗാന്ധിക്ക് കിട്ടുന്ന സ്വീകാര്യത പക്ഷേ മുന്നണിക്ക് ഗുണം ചെയ്യുന്നില്ല. അല്ലെങ്കിൽ BJPയെ മറികടക്കാൻ രാഹുലിന്റെ വ്യക്തിപരമായുള്ള സ്വീകാര്യത കൊണ്ട് മാത്രം കഴിയുന്നില്ല എന്നുള്ളതല്ലേ? അത് കഴിയുന്നില്ല നമ്മൾ എങ്ങനെ പറയാം? നമ്മളിപ്പോൾ കഴിഞ്ഞ 2-3 ഒരു സ്റ്റേറ്റ് തിരഞ്ഞെടുപ്പ് വെച്ചിട്ടല്ലേ പറയണത്. അതായിരിക്കുമല്ലോ, അങ്ങനെ പറയാൻ കഴിയില്ലല്ലോ. ഒന്നാമത് സംസ്ഥാനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പായിരുന്നു ഉള്ളത് കാണണം. അവിടുത്തെ സംസ്ഥാനങ്ങളുടെ രാഷ്ട്രീയ സാഹചര്യങ്ങളും യാഥാർത്ഥ്യങ്ങളും കാണണം. അതിനൊക്കെ അപ്പുറത്ത് ദേശീയമായി രാജ്യത്ത് ജനങ്ങൾക്കിടയിൽ ഒരു പുതിയ രാഷ്ട്രീയ നവോത്ഥാനത്തിൻ്റെ രാഷ്ട്രീയത്തിൽ ഉണ്ടായിരിക്കേണ്ടതായിട്ടുള്ള, പ്രത്യേകിച്ച് ഈ കാലത്ത് നമുക്ക് അനിവാര്യമായിട്ടുള്ള മനുഷ്യത്വത്തിൻ്റെ ഒരു സ്പർശമുണ്ടാക്കി രാജ്യമാസകലം ഒരു നേതാവ് ഈ തിരക്കിൻ്റെ ഇടയിലും ഇറങ്ങി നടക്കല്ലേ. മഹാത്മാഗാന്ധി ഇന്ത്യൻ ജനതയെ എങ്ങനെയാണോ ഉണർത്തിയത്, എങ്ങനെയാണോ ഇന്ത്യൻ ജനതയ്ക്ക് പുതിയ വഴിത്താര വെട്ടിത്തെളിച്ചു കൊടുത്തത്, എങ്ങനെയാണോ ഒരു ജനതയുടെ ഉന്നമനത്തിൻ്റെ വഴികാട്ടിയത്, ആദ്യം ഇറങ്ങുകയാണ് ചെയ്തത്. രാഹുൽ ഗാന്ധി ഇമേജ് പ്രധാനമന്ത്രിയായിട്ട് അദ്ദേഹത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ പര്യാപ്തമാണോ നരേന്ദ്രമോദി മറികടന്ന്? അദ്ദേഹം ഈ ഭാവി പ്രധാനമന്ത്രി എന്ന് എല്ലാ തവണയും അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നതാണ്. അതിനപ്പുറത്തേക്ക് ഒരു പ്രധാനമന്ത്രിയുടെ രാഹുൽ ഗാന്ധി അടുത്ത തെരഞ്ഞെടുപ്പിൽ മാറുമോ? മാറേണ്ട ആവശ്യമില്ലല്ലോ, ആണല്ലോ. അദ്ദേഹത്തിന് എന്താ കുറവ്? അദ്ദേഹത്തിന് എന്താണ്? അദ്ദേഹത്തിൻ്റെ യുവത്വം, അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട്, അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ എടുത്തു നോക്കിയാലും, ഇടപെടലുകൾ എടുത്തു നോക്കിയാലും, പാർലമെൻറ്റിൽ, ലോക്സഭയിലാകട്ടെ, പുറത്താകട്ടെ, അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ, ഇന്ത്യയുടെ രാഷ്ട്രീയം, ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതി, ഇതിനെക്കുറിച്ചൊക്കെ രാഹുലിന് കാഴ്ചപ്പാടുണ്ട്. പിന്നെ അദ്ദേഹം സക്രിയനാണ്, പ്രോ ആക്റ്റീവാണ്. അദ്ദേഹം ഇടപെടുന്നു, പ്രവർത്തിക്കുന്നു, ജനങ്ങളുടെ പ്രശ്നങ്ങളിലേക്ക് എടുത്തു ചാടുന്നു. അദ്ദേഹം അതൊന്നും അകന്ന് നടക്കുന്നില്ലല്ലോ. ഈ അടുത്ത തവണ അദ്ദേഹം വയനാടിനെ മത്സരിക്കുകയാണെങ്കിൽ എങ്ങനെ ഗുണം ചെയ്യും അത്? തീർച്ചയായിട്ടും അദ്ദേഹം മത്സരിച്ചാൽ ഗുണം ചെയ്യുമല്ലോ. രാഹുലിൻ്റെ സാന്നിധ്യം തന്നെ വളരെ പോസിറ്റീവാണ്.
അത് ഇന്ത്യ സഖ്യത്തിന് മാത്രമല്ല, ജനങ്ങൾക്ക് പോസിറ്റീവാണ്. അനുമോദ് ആലോചിച്ച് നോക്കുക, അദ്ദേഹം ചെല്ലുന്നിടത്തൊക്കെ ജനങ്ങളിങ്ങനെ തടിച്ചു കൂടുന്നു. അവർ ആബാലവൃദ്ധൻ ജനങ്ങൾ ഒഴുകി വരുന്നു. കുട്ടികളുണ്ട്, മുതിർന്നവരുണ്ട്, വൃദ്ധരുണ്ട്, കർഷകരുണ്ട്, തൊഴിലാളികളുണ്ട്, വിദ്യാർത്ഥികളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ഇന്ത്യയുടെ ബഹുസ്വര ചിത്രം, ഒരു വിഭാഗീയത ഇല്ലാതെ എല്ലാവരും ചേർന്ന് വരില്ലേ? അല്ല, അത് മോദി വരുമ്പോഴും വരാറുണ്ട് അത്രയും ആൾക്കാർ. അത് ഈ മാതിരിയുള്ള ഒരു ജനങ്ങൾക്കിടയിലൂടെ നടന്നിട്ടുള്ളത് എവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്? അതൊന്നുമില്ല. അതുപോലെ താരതമ്യമില്ല. അങ്ങനെ ഇറങ്ങി നടന്നിട്ടുമില്ല. ഇത് വേറെ തന്നെയാണ്. അദ്ദേഹം ജനങ്ങൾക്കിടയിലൂടെ നടന്നു പോവല്ലേ. അദ്ദേഹത്തെ കാണുമ്പോഴേക്ക് ജനങ്ങൾ കരയുന്നു, ആശ്ലേഷിക്കുന്നു. അവരിലൊരാളായിട്ട് കാണുന്നതുകൊണ്ടായിരിക്കും. അവരിലൊരാളായിട്ട് കാണുന്നു. അത് ഇന്ത്യയുടെ ഒരു വലിയ പ്രത്യാശയുടെ ഒരു ഉദയ നക്ഷത്രം തന്നെയാണ്. ഞാൻ ഈ മണ്ഡലത്തിലേക്ക് വരുന്ന ഒരു ചോദ്യം കൂടി ചോദിച്ച് ഈ വിഷയം അവസാനിപ്പിക്കുക. അപ്പോൾ ദേശീയ മുസ്ലിം എന്ന തരത്തിലുള്ള പല പരാമർശങ്ങൾ പലരെക്കുറിച്ചും നടക്കുന്നുണ്ട്. ശരിക്കും രാജ്യത്തെ ഇപ്പോഴത്തെ അവസ്ഥ, പ്രത്യേക മതവിഭാഗങ്ങൾ, പ്രത്യേകിച്ച് മുസ്ലിങ്ങൾക്ക് പറ്റാത്തൊരു സാഹചര്യം, അങ്ങനെ ഒരു വിലയിരുത്തലുണ്ടോ? ഇന്ത്യ രാജ്യം എന്നും ഇവിടുത്തെ എല്ലാ വിഭാഗങ്ങളെയും ഉൾക്കൊണ്ടിട്ടുള്ള രാജ്യമാണ്. ഇന്ത്യ സംസ്കാരത്തിൻ്റെ കളിത്തൊട്ടിലാണ്. ഇന്ത്യയിൽ എല്ലാ ജനവിഭാഗങ്ങളും എല്ലാ മതസ്ഥരും സ്വാഗതം ചെയ്യപ്പെട്ടു എന്നുള്ളത് മാത്രമല്ല, ഇന്ത്യയെ കെട്ടിപ്പടുത്തതും എല്ലാവരും കൂടി വന്നു ചേർന്നവർ കൂടിയിട്ടാണ്. എല്ലാവരും കൂടിയിട്ടാണ്. വന്നു ചേർന്നതല്ലല്ലോ, ഇവിടെ ഉള്ളവർ തന്നെയല്ലേ ഇതെല്ലാം. വന്നു ചേർന്നതൊക്കെ വളരെ കുറഞ്ഞ ആ ഒരു കാഴ്ചപ്പാടിന് മാറ്റം വന്നുണ്ടോ ഇപ്പോൾ കുറച്ചെങ്കിലും? അല്ല, അതില്ല. അതായത് രാഷ്ട്രീയമായിട്ട് ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള നയങ്ങളും സംഗതികളൊക്കെ അങ്ങനെ ഉണ്ട് എന്നല്ലാതെ ഇന്ത്യൻ ജനതയുടെ മനസ്സ്, ഇന്ത്യൻ ജനതയുടെ ബഹുസ്വര മനസ്സ്, അതിന് മാറ്റില്ല. ഇന്ത്യയുടെ സ്വഭാവത്തിനും മാറ്റില്ല. ഇന്ത്യയുടെ അത് മാറ്റത്തിരുത്തലുകൾക്ക് അതീതമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഇന്ത്യയുടെ ഹൃദയം മതേതരമാണ്, ഇന്ത്യ ബഹുസ്വരമാണ്. അത് ഒരു തെരഞ്ഞെടുപ്പ് റിസൾട്ട് വെച്ചിട്ട് ഇന്ത്യ പോലുള്ളൊരു മഹത്തായ രാജ്യത്തെ വിലയിരുത്താൻ കഴിയില്ല. ഈ മലപ്പുറത്തേക്ക് വരികയാണെങ്കിൽ അങ്ങക്ക് 3 വർഷമാണ് ഈ ഒരു മലപ്പുറത്തെ സേവിക്കാൻ, പാർലമെൻറ്റിൽ സേവിക്കാനുള്ള അവസരം കിട്ടിയത്. എങ്ങനെ കാണുന്നു ഈ ഒരു ടൈമിനെ? ഞാൻ എന്നെക്കൊണ്ട് കഴിയുന്ന പോലെ പൊതുപ്രവർത്തനം ഒരു ദൗത്യമായിട്ട് കാണുന്ന ഒരു എളിയ വ്യക്തിയാണ്. നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടി, നമ്മുടെ നാടിന് വേണ്ടി, അവരുടെ ഐക്യത്തിന് വേണ്ടി അനൈക്യം ഉണ്ടാക്കാനോ കുഴപ്പമുണ്ടാക്കാനോ ഭിന്നിപ്പുണ്ടാക്കാനോ അതൊന്നുമല്ല. എപ്പോഴും ജനങ്ങൾ ഒന്നിച്ച് നാടിൻ്റെ വികസനം, പുരോഗതി പരമാവധി ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ചു എന്നാണ് എൻ്റെ ഒരു കൃതാർത്ഥത. ബാക്കി വിലയിരുത്തേണ്ടത് ജനങ്ങളാണ്. അങ്ങനെ പ്രധാന നേട്ടങ്ങളായിട്ട് എടുത്ത് കാണുന്നത് എന്തൊക്കെയാണ്? എനിക്ക് നേട്ടങ്ങൾ എന്ന് പറയുന്നതിനേക്കാൾ എനിക്ക് അഭിമാനം, എനിക്ക് കൃതാർത്ഥത, സംതൃപ്തി നൽകുന്ന പല വിഷയങ്ങളുണ്ട്. ഉദാഹരണമായിട്ട് നമുക്ക് ഈ ഒരു കഴിഞ്ഞ കാലം അനുമോദി മണ്ഡലത്തിൽ പല പ്രശ്നങ്ങളുള്ളതായിരുന്നു. കരിപ്പൂർ വിമാനത്താവളത്തിൻ്റെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന ഘട്ടങ്ങളുണ്ടായി. അതായത് അവിടെ ഈ വിമാനാപകടത്തിന് ശേഷം അതിൻ്റെ രസനിർമ്മാണം നടക്കണം, നടന്നില്ലെങ്കിൽ റൺവേ വെട്ടിച്ചുരുക്കും. അനുമോദനം എത്രയോ തവണ വാർത്ത കൊടുത്തിട്ടുണ്ടാവും. 2 തവണ സിവിൽ ഏവിയേഷൻ മന്ത്രാലയം ആ തീരുമാനമെടുത്തു റൺവേ വെട്ടിച്ചുരുക്കാൻ. ഒരു തവണ ഓർഡർ ഇറങ്ങി. ഈ റൺവേ വെട്ടിച്ചുരുക്കിയാൽ പിന്നെ വിമാനത്താവളം ഇന്നത്തെ പോലെ ഇല്ല. അതിനെ തരണം ചെയ്യാൻ നന്നായി ഇറങ്ങി പ്രവർത്തിച്ചു. ബഹുമാനപ്പെട്ട സിവിൽ ഏവിയേഷൻ മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യയെ ഞാൻ പല തവണ കരിപ്പൂരിന് വേണ്ടി ബന്ധപ്പെട്ടിട്ടുണ്ട്. ഓരോ തവണയും അദ്ദേഹത്തിൻ്റെ നിലപാട് പറയും. അങ്ങനെയൊക്കെ പോയി അവസാനം ഒരിക്കൽ എന്നോട് പറഞ്ഞു, സമദാനിജി ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് കരുതി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ എന്നോട് പറഞ്ഞ വാക്ക്. അതിനനുസരിച്ച് 2 ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഈ മണ്ണ് നിരപ്പാക്കാനുള്ള അത് കേന്ദ്രം, എയർപോർട്ട് അതോറിറ്റി കേന്ദ്രം വഹിക്കുന്നതായിട്ടുള്ള ഓർഡർ ഇറക്കി. അതുപോലെ ഓരോ ഘട്ടത്തിലും ഗ്രീൻഫീൽഡ് വന്നു, ഹൈവേ ആണ്. അപ്പം നഷ്ടപരിഹാരത്തിൻ്റെ പ്രശ്നം വന്നു. അതിനുവേണ്ടി കുറേ പരിശ്രമിച്ചു MLA-മാരും നമ്മളെല്ലാവരും. അതിൻ്റെ ഫലമായി നല്ലൊരു മെച്ചപ്പെട്ട മികവുറ്റ നഷ്ടപരിഹാരത്തോടുകൂടി അതിൻ്റെ പ്രശ്നം അവസാനിപ്പിക്കാൻ ഏറെക്കുറെ സാധിച്ചു. കേന്ദ്രത്തിൽ നിന്നുള്ള കേന്ദ്ര പദ്ധതിയായിട്ടുള്ള റോഡുകൾ, പ്രധാനപ്പെട്ട 3 റോഡ് കൊണ്ടൊന്നും വലിയ കോടികളുടെ പദ്ധതിയുള്ള ആശുപത്രി കെട്ടിടങ്ങൾ മലപ്പുറത്ത് വരെ നമ്മുടെ ആശുപത്രിക്ക് പാസ്സായിട്ടുണ്ട്. സ്ഥലം ഏറ്റെടുക്കാൻ പോവുകയാണ്. MP സ്കീമിൽ നിന്നും ചില വൻകിട പദ്ധതികൾ കൊടുക്കാൻ സാധിച്ചു. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞ ദിവസമാണ് നമ്മൾ ഡയാലിസിസ് സെൻ്ററിൻ്റെ പ്രവർത്തനം ഉദ്ഘാടനം ചെയ്തത്. അങ്ങനെ എണ്ണിപ്പറയാണെങ്കിൽ പിന്നെ പാർലമെൻറ്റിലും തന്നെ ഓരോ ഘട്ടത്തിലും
വിഷയങ്ങളൊക്കെ ഇടപെട്ട് പ്രതികരിച്ചു, സംസാരിച്ചു, നാടിൻ്റെ പല വിഷയങ്ങളവിടെ ഉന്നയിച്ചു. ഇങ്ങനെയൊക്കെ അങ്ങ് ആഗ്രഹിച്ച രീതിയിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞതിൻ്റെ ഒരു സംതൃപ്തിയുണ്ട് അല്ലേ? എനിക്ക് ഒരു സംതൃപ്തിയുണ്ട്, ഒരു കൃതാർത്ഥതയുണ്ട്. ജനങ്ങൾ നന്നായി സഹകരിച്ചു, ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ചു, ആളുകൾ വളരെ തൃപ്തരാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ചില നമ്മുടെ ചാനലുകളുടെ ഒക്കെ സർവേകളൊക്കെ വന്നപ്പോൾ മലപ്പുറം വളരെ ടോപ്പായിട്ടാണ് ജനങ്ങൾ അവിടുത്തെ ജനപ്രതിനിധിയെ പറ്റി നടത്തിയിട്ടുള്ള അഭിപ്രായ പ്രകടനങ്ങളായിട്ട്. പാർലമെന്റിൽ സംസാരിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങയുടെ ഭാഷാ പ്രാവീണ്യവും സംസാര ശൈലിയും പ്രഭാഷണത്തിലെ കാലങ്ങളായിട്ടുള്ള പരിചയമൊക്കെ അതിൽ ഗുണം ചെയ്തു തന്നെ കരുതാം. അത്തരത്തിലൊരു വിലയിരുത്തലാണ് പൊതുവെ. എല്ലാവരെ പോലെ നമ്മളെ കൊണ്ട് കഴിയും പോലെ മോശമല്ലാത്ത രീതിയിൽ ഞാൻ രാജ്യസഭയിലുള്ള കാലത്തും വളരെ സജീവമായി ഇടപെടുമായിരുന്നു, വിഷയങ്ങൾ ഉന്നയിക്കുമായിരുന്നു. ലോക്സഭയിലും ഇപ്പോൾ ഈ തവണ പല പ്രശ്നങ്ങൾ വന്നൊരു കാലമാണ്. അതിൻ്റെ ഇടയിൽ അതുകൂടി ചോദിക്കുകയാണ് ഞാൻ. ഇപ്പോൾ ഈ ഇടതുപക്ഷം പറയുന്നത് ഇവിടുന്ന് പോയ എം പിമാരൊന്നും കേരളത്തിന് വേണ്ടി സംസാരിക്കുന്നില്ല, കേരളത്തിലേക്ക് ഒന്നും കൊണ്ടുവന്നിട്ടില്ല എന്നാണ് ഇടതുപക്ഷ സർക്കാർ പറയുന്നത്. കേന്ദ്രത്തിൽ നിന്നുള്ള സഹായം കിട്ടുന്നില്ല എന്നതൊരു സഭയിൽ പ്രമേയം വരെ പാസ്സാക്കി. എങ്ങനെ കാണുന്നു? കേന്ദ്ര സഹായം ചിലതൊക്കെ കിട്ടേണ്ടതായിട്ടുണ്ട്. ആ വിഷയത്തിൽ ചില പ്രശ്നങ്ങളുണ്ട്. പക്ഷേ അത് ചോദിച്ചിട്ടില്ല എന്നെങ്ങനെ പറയാം? അത് നമ്മളൊക്കെ ഓരോ രീതിയിൽ നമ്മൾ ചോദിച്ചിട്ടുണ്ട്. നമ്മൾ കേരളത്തിലുള്ള എം പിമാർ ഒന്നിച്ച് അത് ചോദിക്കാനുള്ള പ്രയത്നങ്ങളിൽ, സംരംഭങ്ങളിൽ പങ്കാളികളായിട്ടുണ്ട്. അതായത് LDFും UDFും ഒന്നിച്ച് ചേർന്നിട്ട്. UDF ഒറ്റക്ക് എന്നൊക്കെ ഞങ്ങളും നടത്തിയിട്ടുണ്ട്. ഉണ്ടാവുമല്ലോ, ചില വിഷയങ്ങൾ അങ്ങനെയും കാണുമല്ലോ. രാഷ്ട്രീയമായിട്ടൊക്കെ അല്ലറ ചില്ലറ അഭിപ്രായ വ്യത്യാസങ്ങളല്ലല്ലോ, ചില പ്രധാന അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടല്ലോ. ആ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉള്ള വിഷയങ്ങളിൽ ഞങ്ങൾ ഒറ്റക്ക് സമീപിച്ചിട്ടുണ്ട്. കേരളത്തിന് കൊടുക്കണമെന്നാണ് എപ്പോഴും പറയണത്. പിന്നെ എപ്പോഴൊക്കെ MPs കോൺഫറൻസ് മുഖ്യമന്ത്രി വിളിച്ചു കൂട്ടിയോ അവിടെയൊക്കെ ഞങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ എല്ലാ കാര്യത്തിലും സംസ്ഥാനത്തിന്റെ കാര്യങ്ങളിൽ ഒന്നിച്ചാണെന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഒരു ചിറ്റമ്മ നയം കേന്ദ്രത്തിനുണ്ടോ കേരളത്തിലൂടെ? കേരളത്തിന് ഇപ്പോൾ ഈ ബജറ്റിലൊന്നുമില്ലല്ലോ. കേരളത്തിൽ പല കാര്യങ്ങളും ലഭിക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ ചിറ്റമ്മ നയം അങ്ങനെ എന്നൊന്നും പറയാനല്ല. കേരളത്തിന് ഇപ്പോൾ ഈ തവണ നമ്മൾ ഈ എയിംസ് ആൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് കേരളത്തിന് കിട്ടേണ്ടതാണ്. എല്ലാ തവണയും പറയുന്നതാണ്. അതുപോലൊക്കെയുള്ള വളരെ ലഭിക്കേണ്ടതായിട്ടുള്ള അവകാശങ്ങളുണ്ടല്ലോ, കേരളത്തിൻ്റെ വിഹിതമുണ്ടല്ലോ, അത് ലഭിക്കുന്ന കാര്യത്തിൽ പോരായ്മകളുണ്ട്. ഗ്രാന്റ് നൽകുന്നതിലൊക്കെ പ്രശ്നമുണ്ട്. അല്ല, അത് പല ഇന്നതിലെന്നല്ല, അത് പല ഘട്ടങ്ങളിലും വെളിവായപ്പോഴൊക്കെ കേരളത്തിലെ എം പിമാർ അതിന് പരിശ്രമിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ പറയുന്നത്. ഈ ഇടതുപക്ഷം ഇപ്പോൾ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത് ഇവിടുന്ന് പോയ എം പിമാർ പോരാ, ഞങ്ങൾ ചെന്നാലേ അത് നടത്തൂ എന്ന രീതിയിലാണ് കഴിഞ്ഞ ദിവസം LDF നേതാക്കളൊക്കെ പറയുന്നത്. എങ്ങനെ കാണുന്നു UDFിന്റെ? ഇപ്പം എന്തെങ്കിലും ഒന്ന് പറയണ്ടേ? ആകെ ഈ ഇടതുപക്ഷ മുന്നണിക്ക് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ വേറെന്താ? അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊക്കെ പറയാനേ ഉള്ളൂ. എങ്ങനെയുണ്ട് UDFിന്റെ പ്രതീക്ഷകൾ? എങ്ങനെയാണ്? UDFിന് ഏറ്റവും നല്ല പ്രതീക്ഷയല്ലേ, രാജ്യത്ത് ആകമാനമുള്ള പ്രതീക്ഷയ്ക്ക് പുറമെ കേരളത്തിലും തന്നെ UDF അല്ലേ കേരളത്തിന് എന്തെങ്കിലും ചെയ്തത്? UDFിൻ്റെ കാലത്തല്ലേ ഒരു നല്ല ഭരണവും മെച്ചപ്പെട്ട വികസനമൊക്കെ ഉണ്ടായത്? നമ്മുടെ നാട്ടിൽ നല്ല കാര്യങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ അത് എപ്പോഴും അങ്ങനെ തന്നെയല്ലേ. പിന്നെ ഈ UDFിനെന്ന് പറഞ്ഞാൽ ഈ കേന്ദ്രത്തിൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സംവിധാനമാണല്ലോ നമ്മൾ ആഗ്രഹിക്കുന്നത്. നമ്മൾ എന്ന് വെച്ചാൽ ഇന്ത്യയിലുള്ള നേർവഴിക്ക് ചിന്തിക്കുന്നവരൊക്കെ അതാണ്. കോൺഗ്രസ്സാണ് ഇന്ത്യയിലാകെ വേരോട്ടമുള്ള ഏറ്റവും വലിയ പ്രതിപക്ഷ പാർട്ടി, ഏറ്റവും വലിയ മതേതര പാർട്ടി എന്നുള്ളതൊക്കെ ഒരു പൊളിറ്റിക്കൽ റിയാലിറ്റിയാണ്, ആർക്കും നിഷേധിക്കാൻ കഴിയില്ല. അത് ആ കോൺഗ്രസ് ഉൾക്കൊള്ളുന്ന കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള UDFിന് തന്നെയല്ലേ ഇന്ത്യയെ സംബന്ധിച്ചാണെങ്കിലും കേരളത്തെ സംബന്ധിച്ചാണെങ്കിലും ഒരു ഭാവി, രാഷ്ട്രീയമായിട്ടൊരു ഭാവി പ്രതീക്ഷിക്കാൻ അതിന് മാത്രമല്ലേ ഉള്ളൂ. UDFിന് പുറമെ ലീഗിലേക്ക് വരികയാണെങ്കിൽ 2 കോട്ടകളാണ് ലീഗിനുള്ളത്, മലപ്പുറവും പൊന്നാനിയും. മൂന്നാമതൊരു സീറ്റിനുള്ള ശ്രമങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്തവണ കിട്ടും എന്നുള്ള പ്രതീക്ഷയാണ് എല്ലാവരും പങ്കുവയ്ക്കുന്നത്. അങ്ങനെ വ്യക്തിപരമായിട്ട് കരുതുന്നുണ്ടോ 3ാം സീറ്റ് കിട്ടും? അല്ല, നമ്മൾ മുന്നണിക്കകത്ത് പറയേണ്ടത് അവിടെ പറയാം. അതിപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ അതിനെപ്പറ്റി ചർച്ച ചെയ്യുന്നതിൽ അർത്ഥമില്ല. പ്രതീക്ഷയുണ്ട് അല്ലേ? അത് ലീഗിൻ്റെ നയം, ലീഗിൻ്റെ നേതാക്കന്മാർ അതാത് സമയത്ത് UDF നേതാക്കന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. മറ്റൊരു കാര്യം കൂടി പറഞ്ഞു നിൽക്കുന്നത്, അങ്ങ് പൊന്നാനിയിലേക്ക് മാറി മത്സരിക്കാൻ റെഡി ആയിട്ടിരിക്കുകയാണെന്ന് ഇടതുപക്ഷക്കാർ പറയുന്നത്. അവിടെ അങ്ങേ നേരിടാൻ പറ്റിയ സ്ഥാനാർത്ഥികൾ ഉണ്ടോ എന്ന് ഇടതുപക്ഷം അന്വേഷിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. ഞാനൊന്നും റെഡി ആവാറില്ല. നമ്മളൊക്കെ ഓരോ സമയത്തും ഇത്രയും സമയത്ത് ഒരിക്കലും സ്വയം ഇറങ്ങി പുറപ്പെടുകയോ ഒന്നും ചെയ്തൊരു അനുഭവം എനിക്കില്ല.
ഞാൻ 2 തവണ രാജ്യസഭയിൽ പോയതും പാർട്ടി ഒരു ഘട്ടം വന്നപ്പോൾ, അല്ലാതെ ഇതിന് മത്സരിക്കണം അതിനുവേണ്ടി ഇറങ്ങി അങ്ങനെയൊന്നുമല്ല. ഒരുപാട് ജോലിയുണ്ട്. ഇതൊരു പ്രധാനപ്പെട്ട ജോലിയാണ്. അത് പാർട്ടി ഏൽപ്പിക്കുമ്പോൾ, ജനങ്ങളെ ഏൽപ്പിക്കുമ്പോൾ ചെയ്യാമെന്നുള്ളൂ. പാർട്ടി ഇന്ന് വരെ ആ വിഷയത്തെപ്പറ്റി ഒരു ചർച്ച തുടങ്ങിയിട്ടില്ല, ആ വിഷയം ഓപ്പൺ ചെയ്തിട്ടില്ല. അത് പാർട്ടി തീരുമാനിക്കും. വ്യക്തിപരമായിട്ട് അങ്ങേക്ക് എവിടെയാണ് താല്പര്യം? ഇല്ല, അങ്ങനെ ഒരു താല്പര്യത്തിന്റെ വിഷയമേ ഇല്ല. അത് മത്സരിക്കാന്നുള്ള കാര്യം തന്നെ അങ്ങനെ പാർട്ടിയല്ലേ പറയേണ്ടത്. അത് നമ്മൾ അതിനെപ്പറ്റി കാര്യമായിട്ട് ഞാൻ പറയണം. ഞാൻ അങ്ങനെ നാളത്തേക്ക്, അല്ലെങ്കിലും ജീവിതം, തെരഞ്ഞെടുപ്പ് മാത്രമല്ല നാളത്തെ കാര്യം, ഇതൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്ത് കണക്ക് കൂട്ടി എന്ത് കാര്യമുണ്ടെന്ന്. എന്തായാലും അങ്ങ് തുടങ്ങി വെച്ച വികസന പ്രവർത്തനങ്ങൾക്ക് ഒരു കണ്ടിന്യൂറ്റി, ഒരു പൂർത്തീകരണത്തിനുള്ള സാഹചര്യം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കാം. ഇത്രയും എല്ലാ നല്ല വാക്കിനും ഈ അഭിമുഖത്തിനിരിക്കാൻ അവസരം ഉണ്ടായതിലും ന്യൂസ് 18 കൂടെ ഇരിക്കാൻ സാധിച്ചതിലും നന്ദി, വളരെ നന്ദി, സന്തോഷം. നമസ്കാരം. നമസ്കാരം.